ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി വടകര ഗവൺമെന്റ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പയിൽ ഗ്രീൻ ആർമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു. വടകരയിലെ പ്രമുഖ ശിശുരോഗ ഡോക്ടർമാരായ നൌഷീദ് അനി, സലീം PM എന്നിവർ ഡോക്ടേഴ്സ് ദിന പ്രഭാഷണം നടത്തി. ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. അതാണ് ഞാൻ കളിച്ച ഗ്രൗണ്ട്, അതാണ് ഞാൻ പഠിച്ച റൂം. ആ +2 ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സമയത്ത് ഏകദേശം 540 മാർക്കിൻ്റെ താഴെ ഉള്ളവർക്ക് കിട്ടൂല. ആ സമയത്ത് അന്നും സംസ്കൃത സ്കൂളിൽ 100 സീറ്റ്, 100 സീറ്റിൽ ഞാൻ വാണിമേൽ എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത്. വാണിമേൽ എന്ന് പറഞ്ഞാൽ ഏകദേശം വെലങ്ങാടൊക്കെ ഒരു ഹില്ലി ഏരിയയാണ്. ആ ഭാഗത്തുനിന്ന് നമ്മുടെ സ്കൂളിലേക്ക്, വെലങ്ങാട് സ്കൂളിലേക്ക് ഏകദേശം 10 കിലോമീറ്റേഴ്സ് നടന്നു പോയിട്ട്, ഇത് അതിശയോക്തിയല്ല, നടന്നു പോയിട്ട് കുറേ പ്രാവശ്യം, ഒന്നൊന്നുമല്ല കുറേ പ്രാവശ്യം നടന്നു പോയി പഠിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഫാദർ ഡോക്ടർ ആയതുകൊണ്ട് ആ ഡോക്ടറിൻ്റെ പാതയിൽ തന്നെ എനിക്ക് പോകാൻ തോന്നിയതുകൊണ്ട് ഞാൻ എൻട്രൻസ് പഠിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ പോയി. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയതുകൊണ്ടാണല്ലോ. അപ്പോൾ നേരത്തെ ഗിരീഷൻ സാറ് ഡോക്ടേഴ്സിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, B.C. റോയിയെ കുറിച്ച് പറഞ്ഞു, ഡോക്ടർ B.C. റോയിയെ കുറിച്ച് പറഞ്ഞു. ഡോക്ടർ B.C. റോയിയുടെ ജന്മദിനമാണ് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആദരിക്കുന്നത്. B.C. റോയിയുടെ ജന്മദിനം നമ്മൾ അങ്ങനെ ആദരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും കൈപുണ്യമുള്ള ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ ഗാന്ധിജിയുടെ പേഴ്സണൽ ഡോക്ടറായിരുന്നു. തുടർന്ന് ഇരുവരെയും സ്കൂൾ ഗ്രീൻ ആർമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദൻ മുഴിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സ്കൂൾ സീനിയർ അധ്യാപകൻ CH ഗിരീഷ് കുമാർ സ്വാഗതവും ഗ്രീൻ ആർമി ക്യാപ്റ്റൻ ബൈജു RS നന്ദിയും പറഞ്ഞു. ഗ്രീൻ ആർമി അംബാസിഡർ PP രാജൻ, ജിദ്ദേശം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.